ഹലോ, നമ്മൾ നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് ഭാഗത്തു നിന്നും റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയയിൽ നിന്നുള്ള ചോദ്യമാണ്. അപ്പോൾ ചോദ്യം ഇതാണ്: യു ഹാഡ് ബെറ്റർ ഡാഷ് ടു ദ ഹോസ്പിറ്റൽ. ഓപ്ഷൻ എ ടു ഗോ, ഓപ്ഷൻ ബി ഗോ, ഓപ്ഷൻ സി ഗോൺ. എന്താണ് ആൻസർ? ഓപ്ഷൻ ബി ഗോ ആണ് ആൻസർ. നമുക്ക് എങ്ങനെയാണ് ഗോ വന്നേ നോക്കാം. ചെയ്യാനായിട്ട് ഒരു റൂൾ ഉണ്ട്. കുറച്ച് വാക്കുകളാണ്: ഹാഡ് ബെറ്റർ, ഹാഡ് റാദർ, വുഡ് റാദർ, വുഡ് സൂണർ, സൂണർ ദാൻ. എന്തൊക്കെയാണ് വാക്കുകൾ? ഹാഡ് ബെറ്റർ, ഹാഡ് റാദർ, വുഡ് റാദർ, വുഡ് സൂണർ, സൂണർ ദാൻ എന്നീ വാക്കുകൾക്ക് ശേഷം ബെയർ ഇൻഫിനിറ്റീവ് അല്ലെങ്കിൽ ഡു ഫോം ആയിരിക്കും ഉപയോഗിക്കുന്നത്. ബെയർ ഇൻഫിനിറ്റീവ് അല്ലെങ്കിൽ ഡു ഫോം എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. ഒരു വെർബ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റൂട്ട് ഫോം, അതായത് എസ്ഒ INGO ചേർക്കാത്ത ഫോംസ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ പ്ലേ, അതേപോലെ തന്നെ സ്പീക്ക്, റണ്ണ്, ജമ്പ്, അതൊക്കെയാണ് എന്തെന്ന് പറയണത്? വെർബിൻ്റെ റൂട്ട് ഫോം അല്ലെങ്കിൽ ബി ഇൻഫിനിറ്റീവ് അല്ലെങ്കിൽ ഡു ഫോം എന്ന് പറയണത്. നമുക്ക് ആദ്യം തന്ന ചോദ്യത്തിലോട്ട് പോയാൽ യു ഹാഡ് ബെറ്റർ ഡാഷ് ടു ദ ഹോസ്പിറ്റൽ. അപ്പം നോക്കി, ചോദ്യത്തിൻ്റെ അകത്ത് ഡാഷിന് മുമ്പ് ഹാഡ് ബെറ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ ഹാഡ് ബെറ്റർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഓപ്ഷനിൽ നിന്ന് എടുക്കണം എന്നാണ് പഠിച്ചേക്കണത്? അതായത് ബെയർ ഇൻഫിനിറ്റീവ്, ഡു ഫോം, അതായത് എസ് ഇല്ലാത്തത്, ING ഇല്ലാത്ത ഒരു വെർബിൻ്റെ റൂട്ട് ഫോം ഏതാണ്? അവിടെ ടൂവോ ഒന്നും ചേർക്കാൻ പാടില്ല. ഓപ്ഷൻ ബി ഗോയാണ് ആൻസർ പറഞ്ഞത്. കൂടുതലും എക്സാമിൽ ചോദിച്ചു കണ്ടിട്ടുള്ളത് ഹാഡ് ബെറ്റർ, ഹാഡ് റാദർ, വുഡ് റാദർ ആണ്. വുഡ് സൂണറും സൂണർ ദാനൊക്കെ കണ്ടിട്ടില്ല. ഇനി നമുക്ക് 2-3 ക്വസ്റ്റ്യൻസും കൂടി പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അടുത്ത ചോദ്യം ഇതാണ്: യു ഹാഡ് ബെറ്റർ ഡാഷ് ഹിയർ. ഓപ്ഷൻ എന്തൊക്കെയാണ്? എ ഓപ്ഷൻ സ്റ്റേയിങ്, ബി ഓപ്ഷൻ ടു സ്റ്റേ, സി ഓപ്ഷൻ സ്റ്റേയ്ഡ്, ഡി ഓപ്ഷൻ സ്റ്റേ. അപ്പോൾ അവിടെ ഹാഡ് ബെറ്റർ വന്നിട്ടുണ്ട്. സോ ആൻസർ ഏതാ? ഓപ്ഷൻ ഡി സ്റ്റേ. അടുത്ത ചോദ്യം എപ്പോഴും മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നതാണ്: യു ഹാഡ് ബെറ്റർ ഡാഷ് എ ഡോക്ടർ. എന്തൊക്കെയാണ് ഓപ്ഷൻ? കൺസൾട്ട്, ടു കൺസൾട്ട്, കൺസൾട്ടഡ്, കൺസൾട്ടിങ്. അപ്പോൾ ഹാഡ് ബെറ്റർ വന്നിട്ടുണ്ട്. ഏതാണ് ആൻസർ? അപ്പോൾ എ ഓപ്ഷൻ കൺസൾട്ട്. അടുത്ത ചോദ്യം: ഐ വുഡ് റാദർ യു ഡാഷ് എ സോങ്. ഓപ്ഷൻ എ ഡാൻസ് ദാൻ സിംഗ്, ഓപ്ഷൻ ബി ഡാൻസ് ദാൻ സാങ്, ഓപ്ഷൻ സി ഡാൻസ് ദാൻ സിംഗ്, ഓപ്ഷൻ ഡി ഡാൻസ്ഡ് ദാൻ സാങ്. ഇവിടെ ഓപ്ഷൻ സി ഡാൻസ്ഡ് ദാൻ സിംഗ് അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. നമ്മൾ പഠിച്ചത് എന്താണ്? വുഡ് റാദർ, ഹാഡ് ബെറ്റർ, ഹാഡ് റാദർ അതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ബെയർ ഇൻഫിനിറ്റീവ് അല്ലെങ്കിൽ ഡു ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. പക്ഷെ ഇവിടെ സി ഓപ്ഷൻ ആയിട്ടുള്ള ഡാൻസ്ഡ് ദാൻ സിംഗ് ആണ് ഉപയോഗിച്ചത്. അതെന്തുകൊണ്ടാണ് സി ഓപ്ഷനോട് ഉപയോഗിച്ചതെന്ന് നമുക്ക് നോക്കാം. ഇതൊരു എക്സെപ്ഷൻ ആണ്. സബ്ജക്റ്റ്, അതിനുശേഷം വുഡ് റാദർ, അതിനുശേഷം സബ്ജക്റ്റ്, അതിനുശേഷം V2 ഫോം ഉപയോഗിക്കണം. ശേഷം ദാൻ വരികയാണെങ്കിൽ അതിനുശേഷം V1 ഫോം ഉപയോഗിക്കണം. ദാനിന് ശേഷം V1 ഫോം ഉപയോഗിക്കണം. അപ്പം നമുക്ക് തന്നേക്കണ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ ഐ വുഡ് റാദർ യു ഡാഷ് എ സോങ്. ഇവിടെ ഐ എന്ന് പറയുന്ന ഫസ്റ്റ് സബ്ജക്റ്റ് വരുന്നു, ശേഷം വുഡ് റാദർ വരുന്നു, അതിനുശേഷം യു എന്ന് പറയുന്ന സെക്കൻഡ് സബ്ജക്റ്റ് ആണ് വരുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ഉപയോഗിക്കണം എന്നാണ് പഠിച്ചത്? V2 ഉപയോഗിക്കണം. ഇനി ഓപ്ഷൻ്റെ അകത്ത് V2 ഉള്ള ഓപ്ഷൻ ഏതൊക്കെയാണുള്ളത്? സി ഓപ്ഷനും ഡി ഓപ്ഷനും ഡാൻസ്ഡ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ദാനിന് ശേഷം വരേണ്ടത് V1 ഫോം ആണ്. അപ്പോൾ സിംഗ് എന്ന് പറഞ്ഞതിന്റെ V1 ഫോം സിംഗ് തന്നെയാണ്. സോ ആൻസർ സി ഓപ്ഷൻ ഡാൻസ്ഡ് ദാൻ സിംഗ്. ഇത്രേ ഉള്ളൂ ക്ലാസ്. റൂൾസ് ഒക്കെ റിവൈസ് ചെയ്ത് നോക്കാം. താങ്ക് യു.